ഹേ ഗൈസ്, വെൽക്കം ടു അവർ കൊടൈക്കനാൽ വ്ളോഗ് സീരീസ്. അപ്പോൾ നമ്മൾ രാവിലെ 7 o'clock നമ്മുടെ ടെമ്പോ ട്രാവലർ ബോർഡ് ചെയ്തത്. 5:30 നമ്മുടെ ട്രാവലർ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അങ്ങനെ ഓരോ ഫാമിലീസിനെ പിക്ക് ചെയ്തിട്ട് നമ്മൾ ശരവണ ഭവനിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറുകയാണ് ചെയ്തത് കേട്ടോ. നമ്മൾ ദോശ, ഇഡ്ഡലി, അങ്ങനെ പൂരി, അങ്ങനെ പല സംഭവങ്ങളാണ് കഴിച്ചത്. അതുപോലെ നമ്മൾ ഈ ട്രിപ്പ് കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്യണതായിരുന്നു കേട്ടോ. അമ്മയാണ് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ. ഗൈസ്, നമ്മൾ കുട്ടികൾ ഇവിടെ തന്ത വൈബ് തള്ള വൈബിലായി ഇരിക്കുകയായിരുന്നു കേട്ടോ. അതേ ടൈം നമ്മുടെ പേരൻസ് ഫുൾ അടിച്ചു പൊളിയായിരുന്നേ. അതുപോലെ ഞങ്ങൾ നോർമലി കൊടൈക്കനാൽ പോണ റൂട്ടിലല്ല പോയത് കേട്ടോ. നമ്മൾ അതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ, വാൽപ്പാറ വഴിയാണ് പോയത്. അപ്പോൾ ഭയങ്കര കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ആദ്യം അതിരപ്പള്ളി വാട്ടർഫോൾസ് ജസ്റ്റ് ഒന്ന് കണ്ടു, താഴോട്ട് ഇറങ്ങിയില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ പവർ ഹൗസിൻ്റെ അവിടെയാണ് പോയത്. പിന്നെ നമ്മൾ വാൽപ്പാറ ഏരിയയിൽ എത്തിയപ്പോഴാണ് ലഞ്ച് കഴിച്ചത് കേട്ടോ. എനിക്ക് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേരൊന്നും അങ്ങനെ ഓർമ്മയില്ല. റെസ്റ്റോറൻ്റ് അല്ല, ഇങ്ങനെ ഒരു ചെറിയൊരു ഹോട്ടൽ കേട്ടോ. അവിടുത്തെ ഫുഡ് സത്യം പറയാലോ ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും ചോറാണ് കഴിച്ചത്. അതിൽ പൊന്നും അച്ഛനും മാത്രം ബിരിയാണി കഴിച്ചു. അതും വലിയ ടേസ്റ്റ് ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് അവിടുന്ന് ഇറങ്ങിയത്. പിന്നെ ഇതാ പോണ വഴിയൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഫോട്ടോസ് എടുത്തിട്ടൊക്കെയാണ് യാത്ര ചെയ്തത് കേട്ടോ. പിന്നെ നമ്മളൊരു ഏരിയയിൽ ഇറങ്ങിയപ്പോൾ ഒരു മോനും അച്ഛനും കൂടി ഇങ്ങനെ ഹണി വിൽക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ അച്ഛനൊരു ബോട്ടിൽ മേടിച്ചപ്പോൾ അവരത് ടെസ്റ്റ് ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ, പ്യുവറാണ് എന്നൊക്കെ. അതുപോലെ ചുരം ഇറങ്ങുമ്പോൾ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു കേട്ടോ. എത്ര പറഞ്ഞിട്ട് മതിയാവില്ല, അത്രയ്ക്ക് കിടിലനായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കി ഇങ്ങനെ ക്ലൗഡ്സിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ സൂര്യൻ്റെ റേസ് കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. അങ്ങനെ ഇത് നമ്മൾ വാൽപ്പാറ ഏരിയയിൽ എത്തിയിട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിലൊക്കെ നമ്മളിങ്ങനെ ഫുൾ ആ വ്യൂ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. 40 ഹെയർ പിൻ ബെൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഇതാ നിൽക്കണ നമ്മുടെ പഴനിമല. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നമ്മൾ ഫോണിൽ കൂടെ എടുക്കണതുകൊണ്ട് അതിൻ്റെ ഭംഗി കറക്റ്റായിട്ട് കിട്ടണില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, നല്ല ഭംഗി തന്നെയാണ് കാണാൻ. അങ്ങനെ നമ്മൾ പഴനി എത്തി. നമ്മുടെ ഫസ്റ്റ് ഡേ സ്റ്റേ പഴനിയിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രീ ഗണേശനിലാണ് സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളി ഹോട്ടലാണ് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിരുന്നു, അതുപോലെ തന്നെ നല്ല വൃത്തിയായിരുന്നു. പിന്നെ അവിടുത്തെ സർവീസൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാ ഓരോരുത്തരും സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ടയേർഡാണ്. അങ്ങനെ നമ്മൾ റൂംസിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ റൂം ഈ ചേട്ടൻ ഇങ്ങനെ തുറന്നു തരികയാണ്. ഇതാണ് ഞങ്ങളുടെ റൂം. 2 ഡബിൾ ബെഡായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല സ്പേഷ്യസ് ആയിരുന്നു. ഒരു ഫാമിലിക്ക് പെർഫെക്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കുളിച്ച് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാ അച്ഛന്മാരൊക്കെ ഫുൾ കറുപ്പ് മുണ്ടിട്ടിട്ടാണ് കേട്ടോ. നമ്മുടെ ബോയ്സ് എല്ലാവരും കറുപ്പ് മുണ്ടിട്ട് സെറ്റായിട്ട് ഇറങ്ങി. നമ്മൾ ആദ്യം തന്നെ ഡിന്നർ കഴിക്കുകയും ചെയ്ത് അവിടുത്തെ ആര്യാസ് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചു കേട്ടോ. അപ്പോൾ ചിലർ ബിരിയാണി കഴിച്ചു, ചിലർ ഫ്രൈഡ് റൈസ് കഴിച്ചു. ഞാൻ പൂരി മസാലയാണ് കഴിച്ചിട്ടുണ്ടായത്. അത്യാവശ്യം വൃത്തിയും അതുപോലെ തന്നെ അത്യാവശ്യം ടേസ്റ്റുള്ള ഫുഡ് തന്നെയായിരുന്നു കേട്ടോ.
നമ്മൾ പൊതുവെ പഴനി പോകുമ്പോൾ ഇങ്ങനെ ടേസ്റ്റുള്ള ഫുഡ് കഴിച്ചിട്ടില്ല, ഇത്ര വൃത്തിയും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ വേറെ ഹോട്ടലിലാണ് പൊതുവേ നിൽക്കാറ്. ഈ ശ്രീ ഗണേശൻ അടിപൊളി ഹോട്ടൽ തന്നെയാണ് കേട്ടോ സ്റ്റേക്ക്. അപ്പോൾ ഞങ്ങൾ എന്തായാലും റെക്കമെൻഡ് ചെയ്യും, നിങ്ങൾക്ക് നന്നായി ഇഷ്ടമാവുകയും ചെയ്യും. ഞാൻ അവസാനം 10th പഠിക്കുമ്പോഴാണ് പോയിട്ടുണ്ടായ കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ ഇലക്ട്രിക് കാർസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അതൊക്കെ കണ്ടു. അപ്പോൾ കയറണമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. പിന്നെ നമ്മൾ ഇതുവരെ പഴനി ഇതുപോലത്തെ സ്റ്റോൾസ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ സ്റ്റോൾസ് ഉള്ള ഒരു ഏരിയയിലോട്ട് പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി. പിന്നെ കുറച്ച് പേര് ടയേർഡായതുകൊണ്ട് തിരിച്ച് റൂമിലോട്ട് പോയി. പക്ഷെ ഞങ്ങൾ വീണ്ടും കുറച്ച് നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് റൂമിലോട്ട് പോയത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേത്തെ വിശേഷങ്ങൾ കേട്ടോ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.